വി.ഡി. സതീശന്റെ നാമനിർദ്ദേശ പത്രികയ്ക്കെതിരെയും പരാതിയുണ്ട്. യഥാർത്ഥ വരുമാനം പത്രികയിൽ കാണിച്ചില്ലെന്നാണ് ആരോപണം. LDFും NDAയും ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകി. അഭിഭാഷകൻ എന്ന നിലയിലുള്ള വരുമാനം പത്രികയിൽ ഇല്ല. ഇതടക്കം 3 പരാതികളുണ്ട്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരും. ആജ്ഞ, അതിൻ്റെ ഒരു സ്വഭാവം എന്താണ്? നിലനിൽക്കുന്നതാണോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തെങ്കിലും ആജ്ഞയല്ല, നവമിയിലേക്ക് വരാം. നവമി, ഇതെന്താണ് ഇതിൻ്റെ ഒരു സ്വഭാവം? എന്താണ് ഈ പരാതിയുടെ? രഞ്ജിത്ത്, കാക്കനാട് കളക്ടറേറ്റിൽ ഈ പത്രികയുടെ സൂക്ഷ്മ പരിശോധന നടക്കുന്നതിനിടയിലാണ് 3 പരാതികൾ എത്തിയിരിക്കുന്നത്. അതിലൊന്ന് പറവൂർ മണ്ഡലത്തിലെ തന്നെ LDF സ്ഥാനാർത്ഥി ടൈസൺ മാസ്റ്ററും ഒരു പരാതി നൽകിയിട്ടുണ്ട്. പിന്നീട് തന്നെ NDAയും ഈ പരാതി നൽകിയിട്ടുണ്ട്. പരാതിയിൽ പ്രധാനമായും പറയുന്നത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ആസ്തി കുറച്ചു കാണിച്ചു, വരുമാന സ്രോതസ് വെളിപ്പെടുത്തിയിട്ടില്ല, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ലഭിക്കുന്ന ശമ്പളവും ആനുകൂല്യങ്ങളും മാത്രമേ ഈ പത്രികയിൽ നൽകിയിട്ടുള്ളൂ, തുക എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല, അതോടൊപ്പം തന്നെ അഭിഭാഷകനാണെന്ന് പറഞ്ഞെങ്കിലും വരുമാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, ഔദ്യോഗിക വാഹനത്തിന്റെ പെനാൽറ്റി അടച്ചിട്ടില്ല എന്നുകൂടി അതിൽ പറയുന്നുണ്ട്. അതോടൊപ്പം കൈവശമുള്ള സ്വർണത്തിന്റെ രഞ്ജിത്ത്, പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വാഹനത്തിന് പെനാൽറ്റി അടച്ചിട്ടില്ല എന്നുകൂടി ടൈസൺ മാസ്റ്റർ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. പക്ഷേ അതിൽ ഈ പരിവാഹൻ സൈറ്റ് വഴി നോക്കിയപ്പോഴാണ് പിഴ അടച്ചിട്ടില്ല എന്ന് മനസ്സിലായതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ വിനോദസഞ്ചാര വകുപ്പ് അറിയിച്ചിരിക്കുന്നത് പ്രകാരം അതിന് പെനാൽറ്റി ഇല്ല, പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വാഹനത്തിന് പെനാൽറ്റി ഇല്ല എന്നൊരു മറുപടിയാണ് അവർ നൽകുന്നത്. എന്തായാലും ഇരുവരോടും ഈ പരാതി നൽകിയവരോട് രേഖാമൂലം അത് സമർപ്പിക്കുവാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വി.ഡി. സതീശന്റെ പ്രതികരണം കൂടി, അദ്ദേഹത്തിന്റെ വിശദീകരണം കൂടി കേട്ടതിന് ശേഷമായിരിക്കും ഈ പത്രികയിൽ തുടർ നടപടികളിലേക്ക് കടക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും 3 മണിയോടുകൂടി ഈ വി.ഡി. സതീശന്റെ ഈ പത്രികയിലെ ഒരു അന്തിമ തീരുമാനം അറിയാൻ സാധിക്കും. എന്തായാലും വി.ഡി. സതീശന്റെ പ്രതികരണത്തിന് കൂടി കാത്തിരിക്കുകയാണ്. ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത് അദ്ദേഹത്തിന്റെ ആസ്തിയിലെ മുഴുവൻ വിവരങ്ങളും വെളിപ്പെടുത്തിയിട്ടില്ല. പ്രത്യേകിച്ച് ഗോൾഡിന്റെ, കൈവശമുള്ള സ്വർണത്തിന്റെ കാര്യത്തിൽ ചില അവ്യക്തതയുണ്ട്. അത് കൃത്യമായിട്ടുള്ള തുകയല്ല പരാമർശിച്ചിരിക്കുന്നത്. തീർച്ചയായും അത്തരത്തിൽ നിരവധി പരാതികൾ തെരഞ്ഞെടുപ്പ് കാലമാണ്. ഈ പറഞ്ഞതുപോലെ സമയം വ്യാഴാഴ്ച വരെയാണുള്ളത്. ഇതിനിടയിൽ തീരുമാനങ്ങൾ ഉണ്ടാകണം. ഇന്നിപ്പോൾ സ്ക്രൂട്ടിനി അവിടെ പുരോഗമിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.